ഹായ് ഫ്രണ്ട്സ്, ഇവിടെ 37 ഇഞ്ച് സൈസുള്ള ഒരു ചുരിദാർ ടോപ്പാണ് കട്ടിങ് ചെയ്യാൻ പോകുന്നത്. അതിനായി തുണി 4ആയി മടക്കിയതിന് ശേഷം നമുക്ക് ലെങ്ത്ത് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. 45 എടുത്തതിന് ശേഷം 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സീം അലവൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഷോൾഡർ പോയിന്റ് മാർക്കിങ് ചെയ്യാം. ഷോൾഡർ 6.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിവിടെ മാർക്കിങ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് താഴെ ഭാഗത്തേക്ക് 6.5 ഇഞ്ച് മാർക്കിങ് ചെയ്തു. എന്നിട്ടൊന്ന് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഭാഗത്ത് ചെസ്റ്റ് റൗണ്ട് മാർക്കിങ് ചെയ്യാം. ചെസ്റ്റ് 37 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9.5 ഇഞ്ച് ഇവിടെ മാർക്കിങ് ചെയ്ത് കൊടുത്തു. ഈ ലൈനിൻ്റെ പകുതി ഇവിടെ മാർക്കിങ് ചെയ്തു. ഇനി ഫ്രണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി 3/4 ഇഞ്ച് ഈ ഭാഗത്തു നിന്ന് 3/4 ഇഞ്ച് ഇവിടെ മാർക്കിങ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്ന് 1.25 ഇഞ്ച് ഇവിടെ മാർക്കിങ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഷേപ്പിങ് ചെയ്ത് കൊടുക്കാം. സീം അലവൻസ് 2.5 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. അത്രയധികം ആവശ്യമൊന്നുമില്ല, എങ്കിലും 2.5 ഇഞ്ച് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. വേസ്റ്റ് ലെങ്ത്ത് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത്ത് ഇവിടെ എടുത്തിരിക്കുന്നത് 15 ഇഞ്ചാണ്. അതിവിടെ മാർക്കിങ് ചെയ്തു. ഈ ഭാഗത്ത് 8 ഇഞ്ച് ഒന്ന് മാർക്കിങ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സ്ലിറ്റിന് വേണ്ടി മുകളിൽ നിന്ന് താഴോട്ട് 21.5 ഇഞ്ചാണ് മാർക്കിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സീം അലവൻസിന് വേണ്ടി 1 ഇഞ്ച് മാർക്കിങ് ചെയ്തു. ഇനി താഴെ ഭാഗത്തേക്ക് നമുക്ക് മാർക്കിങ് ചെയ്യാം. താഴെ ഈ സ്ലിറ്റ് റൗണ്ടിൻ്റെ ആ ഭാഗത്തിൻ്റെ 9.25 എടുത്തിട്ടുണ്ടല്ലോ, അതിനോടുകൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്കിങ് ചെയ്തിട്ട് വേണം നമുക്കിവിടെ മാർക്കിങ് ചെയ്യുവാനായിട്ട്. 9.25 + 1.5 ഇവിടെ മാർക്കിങ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ 1 ഇഞ്ച് സീം അലവൻസിന് വേണ്ടി മാർക്കിങ് ചെയ്തു. എന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ഇതുവരെയാണ് നമ്മൾ മാർക്കിങ് ചെയ്തത്. ബാക്കി ഭാഗം നമുക്ക് സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാം. ഇതിൻ്റെ നേരത്തെ കട്ടിങ് ചെയ്ത ബാക്കി ഭാഗം നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. ആദ്യം ലെങ്ത്ത് മാർക്കിങ് ചെയ്തു. ഇതിൽ 15 ഇഞ്ചാണ് കിട്ടുന്നത്. ആ ലെങ്ത്ത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് താഴെ ഭാഗത്തേക്ക് 8 ഇഞ്ച് മാർക്കിങ് ചെയ്ത് കൊടുത്തു. ആം ഹോൾ റൗണ്ട് ഒരു സൈഡ് 8 ഇഞ്ചാണ് വരുന്നത്. അത് നമുക്ക് ഇവിടെ മാർക്കിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് 4 ഇഞ്ച് ഇതുപോലെ മാർക്കിങ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു. ഈ ലൈനിൻ്റെ പകുതി ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ഭാഗത്തിൻ്റെ പകുതി ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ബാക്ക് ആം ഹോൾ ആദ്യം മാർക്കിങ് ചെയ്യാം. ബാക്ക് ആം ഹോൾ ഇതുപോലെ കുറേശ്ശെ എടുത്ത് 1/2 ഇഞ്ച് വീതിയിലെടുത്ത് നമുക്കിതുപോലെ ഒന്ന് മാർക്കിങ് ചെയ്തെടുക്കാം. ഫ്രണ്ട് ആം ഹോൾ മാർക്കിങ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തു നിന്ന് വന്ന് ഈ ഭാഗത്ത് സെൻറ്ററിലോട്ട് വന്ന് പിന്നെ വീണ്ടും ഒരു 1/4 ഇഞ്ച് വീതിയിൽ വന്ന് ഇതുപോലെ മാർക്കിങ് ചെയ്തെടുക്കുക.